എല്ലാ കൂട്ടുകാർക്കും ഇന്ത്യൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഗ്രിൽഡ് ലാം ചോപ്സ് വിത്ത് റാറ്റാറ്റൂയി, പോച്ച്ഡ് ബ്രോക്കോളി ആൻഡ് സ്വീറ്റ് മാഷ് പൊട്ടറ്റോ. വളരെ ഫ്ലേവർഫുൾ ആയിട്ടുള്ള ബാലൻസ് ആയിട്ടുള്ളൊരു മീലാണിത്. നമ്മൾ ലാമ്പ് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ മട്ടൺ വാങ്ങിക്കുമ്പോൾ എപ്പോഴും കറി ഉണ്ടാക്കി കഴിക്കുന്നത് കൂടാതെ ഇതുപോലുള്ള ഗ്രിൽഡ് ഐറ്റംസ് കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫ്രഞ്ച് ഐറ്റമാണ്, പക്ഷെ നമ്മൾ മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടാവുന്ന ഒരു ഐറ്റമാണ്. അതുപോലെ തന്നെ അടുത്ത വീഡിയോ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും ഹെൽത്തിനൊക്കെ വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അത് കാണാതിരിക്കരുത്. നിങ്ങളെല്ലാവരും ഇപ്പം തന്നെ ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. ആ വീഡിയോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഫൈനൽ ട്വീക്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പ്രസൻറ്റ് ചെയ്യുമ്പോൾ കണ്ടു നോക്കുക. അത് നിങ്ങൾക്ക് എത്ര ഹെൽത്തിയാണ്, ബെനിഫിഷ്യൽ ആണെന്നുള്ള കാര്യം കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ ഓരോ വീഡിയോയ്ക്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ റെസിപ്പി, ഇൻഗ്രീഡിയൻസ്, പ്രത്യേകിച്ചും ഇത്ര അളവിലെ സാധനങ്ങൾ വേണമെന്നുള്ളത്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് ഒന്ന് നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ എടുത്ത് നോക്കുക വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം. കാരണം നിങ്ങളത് ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതാണ് ജസ്റ്റ് വീഡിയോയ്ക്ക് കുറേ വ്യൂസ് കിട്ടുന്നതിലും നമുക്ക് എപ്പോഴും ഇഷ്ടം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. 5 പീസ് ലാം ചോപ്സാണ് നമ്മളിന്ന് എടുത്തിട്ടുള്ളത്. ഒരു 80 ഗ്രാം ആവറേജ് വരാൻ മാതിരിയുള്ള. അപ്പോൾ 400-450 ഗ്രാമിന് താഴെ വരും മൊത്തത്തിൽ 5 പീസും കൂടിയിട്ട്. ഞാൻ ഇത്രേ ട്രിം ചെയ്തിട്ടുള്ളൂ. റോസ്മേരി ഉണ്ട് നമുക്ക് മാരിനേഷന് വേണ്ടിയിട്ട്. 2 പീസ് ഗാർലിക് എടുത്തിട്ടുണ്ട്. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റൊക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് കേട്ടോ താഴെ. അത് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ കുറച്ച് ഒറിഗാനോ ഉണ്ട്, നമ്മൾ പിസ്സയിലൊക്കെ ചേർക്കുന്ന ആ സംഭവം തന്നെ. കുറച്ച് സോയ സോസ്, പിന്നെ ഓയിസ്റ്റർ സോസ്, പെപ്പർ. നമുക്കിനി റോസ്മേരി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്തതിന് ശേഷം, വാഷ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്, അത് ഓർക്കണം പ്രത്യേകിച്ച്. ഈ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾക്ക് വീൽ ചോപ്സ് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. കുറച്ച് അറിയാലോ, വീൽ ചോപ്സ് ആകുമ്പോൾ ഒരു പീസ് തന്നെ ഒരു 350-400 ഗ്രാം വരും. അപ്പോൾ അതിനനുസരിച്ച് ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതി. നമ്മൾ ഇത്തിരി വലുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കുന്നത്, തീരെ ചെറുതാവേണ്ട ആവശ്യമില്ല. മാരിനേഷൻ വേണ്ടിയിട്ടാണല്ലോ, പൊടിയായിട്ട് അരിയണ്ട. ഓക്കെ, റോസ്മേരി റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് ഗാർലിക് കട്ട് ചെയ്തെടുക്കാം. ഗാർലിക് നമ്മളൊന്ന് ചതച്ചെടുത്ത് കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ കട്ട് ചെയ്യുമ്പോൾ നമ്മളിന്ന് തെന്നിപ്പോകാനുള്ള ചാൻസ് കുറയും. നമ്മളിത് ചോപ്പ് ചെയ്തെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ കിച്ചണിൽ നിന്ന് ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നമ്മുടെ വേറെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലിലൊന്ന് പോയി നോക്കണം. നമ്മുടെ ഒരുപാട് ഓഥൻറ്റിക് ആയിട്ടുള്ള റെസിപ്പീസ് ഉണ്ട്, ഞങ്ങൾ സ്ഥിരമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ബെൽ ബട്ടണോട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് അപ്ഡേറ്റ്സ് കിട്ടും. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്കൊരു ബോൾ എടുത്തിട്ട് ആ ചോപ്പ് ചെയ്ത് വെച്ചേർന്ന ഗാർലിക്കും റോസ്മേരി അതിലിടാം. ഇനി നമുക്ക് കുറച്ച് പെപ്പർകോൺ ക്രഷ് ചെയ്ത് ചേർക്കാം. ഞാൻ പെപ്പർ മില്ലാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ മിക്സിയിൽ ഡയറക്റ്റ് പൊടിച്ചെടുത്ത് ചേർത്താലും മതി. നെക്സ്റ്റ് ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ലിക്വിഡ്സ് ആഡ് ചെയ്യാം. സോയ സോസ് ഉണ്ട്, പിന്നെ ഓയിസ്റ്റർ സോസ് ഉണ്ട്. അളവുകളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീണ്ടും പറയുന്നു, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളതൊന്ന് പോയി നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണാൻ പറ്റും. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, സോയ സോസിൽ ഓൾറെഡി ഉപ്പ് ഉള്ളത് കൊണ്ട് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ സാധാരണ ഉള്ളത് അത്ര ചേർക്കരുത്. കുറച്ച് ഒലിവ് ഓയിലാണ് ചേർക്കുന്നത് നല്ലത്. അതിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ കുറച്ച് വെജിറ്റബിൾ ഓയിൽ ആയാലും മതി. നമ്മളുടെ സൺഫ്ലവർ ഓയിലോ കാനോല ഓയിലോ അങ്ങനെ എന്തെങ്കിലും ചേർത്താൽ മതി. ഇനി നമുക്കിത് ഓരോന്നും ഇത് മുക്കിയെടുക്കാം. 2 സൈഡ് നന്നായിട്ട് മാരിനേഷൻ പിടിക്കണം. ഇതുപോലെ 2 സൈഡും പിടിക്കണം. അതിനുശേഷം നമുക്ക് ഒരു 30 മിനിറ്റെങ്കിലും അതിൻ്റെ മാരിനേഷൻ അബ്സോർബ് ചെയ്യാനായിട്ട് നമുക്കത് വെക്കാം. നമ്മൾ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ പോലെ നമ്മൾ ഇന്ന് ഈ മീറ്റ് ടെൻഡറൈസ് ചെയ്യാനായിട്ട് ഒരു ഏജൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. കെമിക്കലൊന്നുമല്ല, വളരെ നാച്ചുറലാണ്, വളരെ ഹെൽത്തിയുമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആ ടെൻഡറൈസർ അല്ലെങ്കിൽ ടെൻഡറൈസിങ് ഏജൻറ്റ് എന്ന് പറയുന്നത് കിവിയാണ്. കിവി ജ്യൂസിന് പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിൻ്റെ നാച്ചുറൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതിൽ വരുന്നതാണ് പ്രോട്ടീനെ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ വെള്ളത്തിൽ അരച്ചെടുക്കരുത്, കുറച്ച് ഓയിൽ ഒഴിച്ച് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ മീറ്റ് ഗ്രില്ല് ചെയ്യുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ്, മാക്സിമം 10 മിനിറ്റ്, 5 മിനിറ്റ് ആയാലും മതി, 10 മിനിറ്റ് മുമ്പ് ആ ജ്യൂസിൽ അതൊന്നും കൂടി മാരിനേറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ആ മീറ്റ് നന്നായിട്ട് സോഫ്റ്റ് ആവും. റെസ്റ്റോറൻറ്റ്സിൽ നിന്ന് സ്റ്റീക്കും ലാം ചോപ്സൊക്കെ കഴിക്കുമ്പോഴുള്ള ഡിഫറൻസ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? അടുത്തത് നമുക്ക് ലാം ചോപ്സിൻ്റെ അക്കമ്പനിമെൻറ്റ്സ് ആണ്. സ്വീറ്റ് പൊട്ടാറ്റോ, ഞാൻ റെഡ് സ്വീറ്റ് പൊട്ടാറ്റോ ആണ് എടുത്തേക്കുന്നത്. അത് കാണാനും ഭംഗിയുണ്ട്, അത് കുറച്ചുകൂടി ടേസ്റ്റി വേണം നമുക്ക് കിട്ടുന്ന വൈറ്റിനേലും. അതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. നോർമലായിട്ട് നമ്മൾ പൊട്ടറ്റോ മാഷ് ചെയ്യാൻ വേണ്ടി ബോയിൽ ചെയ്യുന്ന പോലെ തന്നെ. അപ്പോൾ ഒന്ന് കുത്തി നോക്കിയിട്ട് സോഫ്റ്റ് ആകുമ്പോൾ അത് കുക്കായിട്ടുണ്ട്, ഓവർ കുക്ക് ചെയ്യരുത്. ഇത് റാറ്റാറ്റൂയി ആണ്.
നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാനിത് ഓവൻ ഇല്ലാത്ത വേർഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിന് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്, അതുടനെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഇപ്പം തൽക്കാലം എന്താ ഇത്രേ ഉള്ളൂ. ഇതിൻ്റെയും ഇൻഗ്രീഡിയൻസ് താഴെ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു 5-10 മിനിറ്റ് കൊണ്ട് കുക്കാവും. അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ലാം ചോപ്സ് കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് ലാം ചോപ്സ് അതിലിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാം. നമ്മളുടെ 5 പീസ് ലാം ചോപ്സ് നമ്മൾ ഒരുമിച്ച് അതിൽ കൊള്ളും, അതുകൊണ്ട് ഒരുമിച്ചിടുകയാണ്. ഇത് കുക്കായി വരുന്ന സമയം കൊണ്ട് നമ്മുടെ സ്വീറ്റ് പൊട്ടാറ്റോ അതിൻ്റെ സ്കിന്നൊന്ന് കളഞ്ഞിട്ട് മാഷ് ചെയ്തെടുക്കാം. ഒരു ഫോർക്കോ അല്ലെങ്കിൽ പൊട്ടാറ്റോ മാഷർ വെച്ച് മാഷ് ചെയ്തെടുത്താൽ മതി. ഒരു 4 മിനിറ്റ്സ് ഒക്കെ എടുക്കും. അത്യാവശ്യം കനമുള്ള ഒരു പാനാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. ഒരു 4 മിനിറ്റ്സ് വൺ സൈഡിന് എടുക്കുന്നത് കുക്കാവാനായിട്ട്. നമുക്കിതിനെ ഒന്ന് മറിച്ചിടാം. ആ ലാം ചോപ്സ് കുക്കായി വരുമ്പോൾ ഉണ്ടാകുന്ന ഫാറ്റ് ഉണ്ടല്ലോ, അത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മളത് വെറുതെ കളയുന്നില്ല. നമ്മൾ കുറച്ച് ബ്രക്കോളി ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ബ്രക്കോളി നമ്മൾ ഇതിലിട്ട് ഒന്ന് സോട്ടേ ചെയ്തെടുക്കാനുള്ള പ്ലാനാണ്. അത് കണ്ടോ, നന്നായിട്ട് ഓയിലുണ്ട്. ഫാറ്റും കൂടിയാണ് നമ്മൾ ഒഴിച്ച ഒലിവ് ഓയിൽ പ്ലസ് ലാമ്പിൻ്റെ ഫാറ്റ്, അത് രണ്ടുമാണ് കാണുന്നത്. ഇത് ഏകദേശം കുക്കായിട്ടുണ്ട്. നമുക്കിതിനെടുത്ത് മാറ്റാം. നിങ്ങൾ ലാം ചോപ്സ് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മീഡിയം വെൽ, അതായത് ഒരു 4 മിനിറ്റ്സ് വൺ സൈഡും 3 മിനിറ്റ്സ് സെക്കൻഡ് സൈഡും വെച്ച് കഴിഞ്ഞാൽ അത് പിന്നെ ഇരുന്ന് 1 മിനിറ്റ് 2 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ കുറച്ചുകൂടി കുക്കാവും. ഓവർ കുക്ക് ചെയ്ത് കറുപ്പിച്ചെടുക്കരുത്. ഒരുപാട് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് കുക്കായി കഴിഞ്ഞാൽ ടേസ്റ്റ് പോയി. അപ്പോൾ നമ്മൾ ബ്രോക്കോളി ഇട്ട് കൊടുക്കാം. ഇനി അതിൽ സ്പെഷ്യൽ വേറെ എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, ഉപ്പ് പോലും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനകത്ത് ലാമ്പിൻ്റെ ഫാറ്റിൽ അതെല്ലാം ഉണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുത്തതിന് ശേഷം നമുക്കത് പാനിൽ നിന്ന് മാറ്റാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിങ്ങനെയുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള മീറ്റ് കുക്ക് ചെയ്യുമ്പോൾ എപ്പോഴും അക്കംപനിമെൻറ്റ്സ് എല്ലാം റെഡി ആയിരിക്കും ഫസ്റ്റ് തന്നെ. അതിനുശേഷം നമ്മൾ മീറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് പ്ലേറ്റ് ചെയ്യുക ചെയ്യുന്നത്. കുറച്ച് പെസ്തോ സോസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതൊരു ഗാർണിഷായിട്ട് മാത്രമല്ല ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരുന്ന ററ്റാറ്റോയി അതിൽ സെറ്റ് ചെയ്തു. മാഷ് പൊട്ടാറ്റോ, നമ്മുടെ സ്വീറ്റ് മാഷ് പൊട്ടാറ്റോ ചെയ്തു. പിന്നെ ബ്രൊക്കോളി, ഇതാ ഏകദേശം ഇത്രയും മതി ഒരു പോർഷനായിട്ട്. ഇനി നമ്മൾ ആ ലാം ചോപ്സ് അതിൽ പ്ലേസ് ചെയ്യുമ്പോൾ പെസ്തോ സോസിൻ്റെ മുകളിലാണ് പ്ലേസ് ചെയ്യുന്നത്. കാരണം അതിനൊരു നല്ല ഡിസ്റ്റിങ്ഷ്ഡ് ഫ്ലേവർ ഉണ്ട്. അപ്പോൾ ആ ഫ്ലേവറും ആ മീറ്റിലൂടെ ടച്ച് ചെയ്യുന്ന ഭാഗത്ത് മാത്രം നമ്മൾ മുറിച്ച് കഴിക്കുമ്പോൾ ഒരു ട്വിസ്റ്റ് ഉണ്ട് ടേസ്റ്റിന്. അതിന് വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ പെസ്തോ സോസ് ആഡ് ചെയ്യുന്നത്. ഇനി ആ പ്ലേറ്റിൻ്റെ 2 സൈഡും അല്പം എംറ്റി ആണ്. അവിടെ ഇത്തിരി ക്രഷ്ഡ് പെപ്പർകോൺ ആഡ് ചെയ്യാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റ് ആണ് മീറ്റ്. ഓഫ് കോഴ്സ് ഇറ്റ്സ് ലാം ചോപ്സ്. കണ്ടോ, ഒരു മീഡിയം വെൽ ടു വെൽഡൺ ആയിട്ടുള്ളൂ, കരിഞ്ഞു പോയിട്ടൊന്നുമില്ല മീറ്റ്. വെരി ടേസ്റ്റി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാപ്പി കുക്കിംഗ്.